ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് ജനുവരി 2 എല്ലാവർക്കും സ്വാഗതം. നിരവധി റൂമർ പ്രചരിക്കുന്ന ഒരു കാര്യം ആദ്യമേ സൂചിപ്പിക്കുന്നു. UAE-യിൽ വാക്സിൻ സൗജന്യമായി കൊടുത്തു തുടങ്ങി. ഇത് എല്ലാവർക്കും നിർബന്ധമാണോ? നിർബന്ധമല്ല എന്നുണ്ടെങ്കിൽ വിമാനത്തിൽ കയറ്റില്ലയോ എടുത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി സംശയങ്ങൾ റൂമറുകളായി തന്നെ കിംവദന്തികളായി പ്രചരിക്കുന്ന ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ബന്ധപ്പെട്ട മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, ഈ പ്രിവെൻഷൻ ഡിപ്പാർട്ട്മെന്റ് ചില വിശദീകരണം നൽകിയിരിക്കുന്നത് നമ്മളുടെ ശ്രദ്ധയിൽ വരണം. ചില ആളുകൾക്ക് വാക്സിൻ എടുക്കേണ്ടതില്ല എന്ന തരത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഒരു കാരണവശാലും എടുക്കണം എന്ന് നിർബന്ധമുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെന്ന് വെച്ചോളൂ. എങ്കിൽ പോലും ഇതൊരു മാൻഡേറ്ററി, അതിനിർബന്ധ കാര്യമല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കൊക്കെയാണ് എടുക്കണ്ട എന്ന് പറയുന്ന ലിസ്റ്റിലുള്ളത് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, അലർജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രോഗമുള്ളവരോ അസുഖം വരാൻ സാധ്യതയുള്ളവരോ ആയ കാറ്റഗറിയിൽപ്പെടുന്ന ആളുകൾ ഈ വാക്സിൻ എടുക്കേണ്ടതില്ല. 2, ഗർഭിണികൾ ഈ വാക്സിൻ എടുക്കരുത്. മുലയൂട്ടുന്ന അമ്മമാർ എടുക്കരുത്. മാത്രമല്ല, ഇനി 3 മാസത്തിനിടയിൽ ഗർഭം ധരിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവര് പോലും ഇതെടുക്കരുത് എന്നാണ് ആരോഗ്യ വകുപ്പ് പറയുന്നത്. എന്തെങ്കിലും കാര്യമായിട്ടുള്ള രോഗബാധയുണ്ട്, സംശയമുണ്ടെങ്കിൽ മാറി നിൽക്കാം, അങ്ങനെയുമുണ്ട്. ഇനി കോവിഡ് രോഗം തന്നെ വന്ന് പോസിറ്റീവായിട്ട് അതിന്റെ എക്സ്ട്രീം എൻഡിലേക്ക് പോയ ആളുകളുണ്ടെങ്കിൽ, വളരെ സിവിയറായിട്ട് മാറിയ ആളുകളുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും എടുക്കേണ്ടതില്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞിരിക്കണം. ആളുകൾ പറയുന്നത് ഇപ്പോൾ ഇത് എടുത്തില്ലെങ്കിൽ ഇനിയിപ്പോൾ ഫ്ലൈറ്റുകളിൽ പോകാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ നിയമം വരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്ന രീതിയുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള ആളുകൾ എടുത്താൽ മതി, 18 വയസ്സിന് താഴെയുള്ളവർക്കും എടുക്കാം. എങ്കിലും നിർബന്ധമായും പറയുന്നത് 18 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് എടുക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടാകില്ല നമ്മുടെ പ്രേക്ഷകർക്ക് എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നാട്ടിൽ നിന്ന് ഈ 6 മാസം കഴിഞ്ഞിട്ട് അക്ഷരാർത്ഥത്തിൽ കൈയും കാലും എടുക്കുന്ന, നക്ഷത്രക്കാൽ എണ്ണുന്ന നിരവധി ആളുകളുണ്ട്. അതായത് UAE-യിലേക്ക് തിരികെ വരാൻ പറ്റുമോ, ICE അപ്രൂവൽ കിട്ടുന്നില്ല, 6 മാസം കഴിഞ്ഞു, വിസ വാലിഡിറ്റി ഉണ്ട്. ഇന്നലെ വരെ ആളുകൾ വന്നിറങ്ങി. ഇന്ന് ജനുവരി 2-ാം തീയതി വരാൻ വേണ്ടിയുള്ള അനുവാദം പല വിമാന കമ്പനികളും കൊടുക്കുന്നില്ല, വിമാനത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വന്നവരെ തിരിച്ചുവിട്ട നിരവധി സന്ദർഭങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുകയാണ്. ഇന്നലെയൊക്കെ ഡിസംബർ 31 അക്കൗണ്ടിൽ ജനുവരി 1 എന്ന് പറഞ്ഞൊക്കെ കയറി വന്നവരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നവരും ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇന്ന് ആ ആനുകൂല്യവും കഴിഞ്ഞു. സിസ്റ്റത്തിൽ ഡിസംബർ 31 മാത്രമാണ് വിസ വാലിഡിറ്റി കാണിച്ചിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒന്ന് ഓർമ്മിക്കണം. എപ്പോഴാണോ UAE-യും ഒരു രാജ്യവും തമ്മിൽ ഒരു സാധാരണ വൈമാനിക ബന്ധം ആരംഭിക്കുന്നത്, അതുവരെ ആനുകൂല്യങ്ങൾ ഉണ്ടാകും, അത് കഴിഞ്ഞിട്ട് വന്ന് വിസ പുതുക്കിയാൽ മതി എന്ന് പറഞ്ഞ ഒരു കാര്യം സ്റ്റാൻഡിംഗ് ഓർഡറായിട്ടുണ്ട്. അതിൽ ഇതുവരെ മാറ്റം വരുത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ജനുവരി 31 വരെ സാധാരണ സർവീസ് ആരംഭിക്കില്ല എന്ന് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ പറഞ്ഞിട്ടുണ്ട്. ആ കണക്ക് വെച്ച് ആലോചിച്ചാൽ നമുക്ക് സമയം കിട്ടേണ്ടതാണ്. എന്നാൽ സിസ്റ്റത്തിൽ അക്കാര്യം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കണം എയർ അറേബ്യയും എയർ ഇന്ത്യ എക്സ്പ്രസും ഫ്ലൈ ദുബായും ഇന്ന് ആളുകളെ അങ്ങനെ അപ്രൂവൽ കിട്ടാത്തവരെയോ 6 മാസം കഴിഞ്ഞവരെയോ എടുക്കാതിരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞങ്ങൾ അങ്ങനെ ആശ്വസിക്കുകയാണ്, അല്ലാതെ എല്ലാവരെയും തള്ളിക്കളയുന്നു എന്നർത്ഥമില്ല എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഏതായാലും നാളെയാണ് ആദ്യത്തെ വർക്കിംഗ് ഡേ. നാളെ എന്തെങ്കിലും പ്രഖ്യാപനം ഇതുമായി ബന്ധപ്പെട്ട് വരുമോ, ആശ്വാസത്തിന്റെ തിരി ഉണ്ടാകുമോ, നമുക്ക് നോക്കിയിരിക്കാം. അതുപോലെ 6 മാസം കഴിഞ്ഞവരുടെ പട്ടികയിൽ സ്വയം ഉൾപ്പെടുത്തിയിട്ട് പാർട്ട്ണർ വിസക്കാരായ ആളുകൾ നാട്ടിൽ നിന്ന് ചോദിക്കുന്നു, 7 മാസമായി 8 മാസമായി ഞങ്ങളുടെ കാര്യവും പോക്കാണോ? നിയമം പറയുന്നത് ഒരാൾക്ക് പാർട്ട്ണർ വിസയാണെങ്കിൽ, ഇൻവെസ്റ്റർ വിസയാണെങ്കിൽ, കമ്പനി ഉടമയാണെന്ന് തെളിയിക്കാൻ പറ്റിയ വിസയാണെങ്കിൽ 1 വർഷമാണ് കാലാവധി പുറത്തു നിൽക്കാൻ പറ്റുന്നത് പരമാവധി. അതുകൊണ്ട് സമാധാനമായിട്ട് വരിക, നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പാർട്ണർ വിസക്കാർ അറിഞ്ഞിരിക്കണം.
ഇതിനിടയിൽ ഈ പറഞ്ഞതൊന്നും കൂടാതെ പെട്ടുപോയ ചില ആളുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഫ്ലൈ ദുബായിൽ ബഹ്റിനിലേക്കൊക്കെ പോകാൻ വേണ്ടി നാട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് ദുബായ് വഴി പോകാമെന്ന് കരുതിയിട്ട് ഇന്ന് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിയപ്പോൾ ഫ്ലൈറ്റ് നേരത്തെ പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെങ്ങനെയാണ് ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ വിടവ് വരുന്നതെന്ന് മനസ്സിലാക്കണം. ഒരു ഫ്ലൈറ്റ് പോയിട്ട് ഒരുപാട് ആളുകൾ പോകാതെ മാറി നിൽക്കുകയാണ്. ഫ്ലൈ ദുബായിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ അയച്ചു ഇമെയിൽ എന്ന് പറയുന്നു. ഈ കമ്മ്യൂണിക്കേഷൻ എയർപോർട്ടിലെയോ അല്ലെങ്കിൽ ട്രാവൽ ഏജൻസിയിലെയോ അല്ലെങ്കിൽ നേരിട്ടെടുത്ത ആളുകളുടെയോ അടുക്കിലേക്ക് എത്തിയിട്ടില്ല, ഷെഡ്യൂൾ ചേഞ്ച് എന്ന് മനസ്സിലാക്കുന്നു. എന്താണെങ്കിലും യാത്രയ്ക്ക് മുമ്പ് ഏത് ഇമെയിൽ ഐ ഡിയാണോ നമ്മൾ കൊടുത്തത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അതൊന്ന് പരതി നോക്കുന്നത് നല്ലതാണെന്ന് ഈ അനുഭവം ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പല ആളുകൾക്കും അങ്ങനെ ടിക്കറ്റ് നഷ്ടമാവുകയും ഫ്ലൈറ്റ് അങ്ങ് പോവുകയും എയർപോർട്ടിൽ കുടുങ്ങുകയും ഒക്കെ ചെയ്ത അവസ്ഥയുണ്ടായി എന്ന കാര്യം ചില യാത്രക്കാരെങ്കിലും ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. യാത്ര പഴയതുപോലല്ല. കോവിഡിന് മുമ്പ്, അതായത് 2020 മാർച്ച് 20 മുമ്പ് നമ്മൾ എങ്ങനെ യാത്ര ചെയ്തിരുന്നോ ആ രീതിയിലല്ല ഈ 2021 യാത്ര ചെയ്യേണ്ടത് എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞത്. UAE-യിൽ ഇന്ന് രോഗബാധയുടെ കാര്യം പറഞ്ഞാൽ റെക്കോർഡ് തന്നെയാണ്. 1963 കേസുകളുണ്ടായി. 2081 പേർ രോഗമോചനം പ്രാപിക്കുകയും ചെയ്തു. 3 പേർ മരിച്ചു. 674 മരണസംഖ്യ. 22,867 ആളുകൾ ഇപ്പോൾ UAE-യിൽ ആക്റ്റീവായിട്ടുണ്ട്. 1.5 ലക്ഷത്തിലധികം ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഇന്ന് 1963 ആളുകളെ കിട്ടിയിരിക്കുന്നത് രോഗബാധിതരായി. ഒരൊറ്റയാൾക്ക് പോലും സിവിയർ, അതിമാരകം എന്ന് പറയുന്ന അവസ്ഥയില്ല എന്ന ആശ്വാസം പങ്കുവെക്കട്ടെ UAE-യിൽ. നമ്മുടെ ദുബായിലെ കോൺസുൽ ജനറൽ ഡോക്ടർ അമൻപുരി, ഹിസ് എക്സലൻസി, അദ്ദേഹം ലേബർ ക്ലാസ്സിലെ ആളുകളുമായിട്ട് ക്യാമ്പുകളിൽ പോയിരുന്നു. അവിടെ പോയിരുന്നിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് CG എന്ന പരിപാടിക്ക് ഇന്നലെ തുടക്കം കുറിച്ചു. 100 കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസമായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാ തുറന്ന് സ്വതന്ത്രമായിട്ട് തങ്ങളുടെ പ്രമൈസസിൽ വെച്ച് തന്നെ പറയാമല്ലോ. ഉത്തരവാദിത്തപ്പെട്ട ആളിനോട് അങ്ങനെ പറയുകയും ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അബുദാബി ടോൾ ഗേറ്റുകൾ ഇന്ന് തുറന്നു. ഇന്ന് പോയ ആളുകൾ, മലയാളികളടക്കം പോയിട്ട് വന്ന് പറയുകയാണ്, ഇത്രയും ട്രാഫിക് ഇല്ലാത്തൊരു ദിവസം അബുദാബിയിൽ ഈ ഗേറ്റ് വഴി പോകുമ്പോൾ ഈ അടുത്ത കാലത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന്. അപ്പൊ ടോളിനോട് ആളുകൾ ഒന്ന് പേടിച്ചു നിൽക്കുകയാണ്. 4 ദിർഹം പോകും എന്നത് മാത്രമല്ല, പല ആളുകളും ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ദാർബിൽ DARBയിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യൂ 100 ദിർഹം കൊടുത്തിട്ട്. അതിൽ 50 ദിർഹം ഇങ്ങനെ പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റായി ബാക്കിയുണ്ടാവും. ഒരു യാത്രയ്ക്ക് 4 ദിർഹം മാത്രമല്ല, വലിയൊരു ആനുകൂല്യമുള്ള, ദുബായിൽ ഇല്ലാത്തൊരു ആനുകൂല്യം ഈ കേസിലുള്ളതൊന്ന് ശ്രദ്ധയിൽപ്പെടണം. മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് രാവിലെയുള്ള 2 മണിക്കൂർ 7 മുതൽ 9 വരെ, വൈകുന്നേരമുള്ള 2 മണിക്കൂർ 5 മുതൽ 7 വരെ. ഇതാണ് പീക്ക് അവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ മാത്രമേ ഈ കാശ് കൊടുക്കേണ്ടതുള്ളൂ. ഫ്രൈഡേയും വേണ്ട, മറ്റവധി ദിവസങ്ങളുണ്ടെങ്കിൽ അവിടെയും വേണ്ട. ഏതായാലും സൗകര്യമാണ് എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഒരു ദിവസം ഇനി 4 പാലത്തിലൂടെ പോയാലും പോയില്ലെങ്കിലും ഏറ്റവും കൂടുതൽ എത്ര പ്രാവശ്യം പോയാലും, പോയില്ലെങ്കിലല്ല എത്ര പ്രാവശ്യം പോയാലും 16 ദിർഹമേ ഈടാക്കുകയുള്ളൂ എന്ന ആശ്വാസവും ഉണ്ട്. സായിദ് ബ്രിഡ്ജ്, ഖലീഫ ബ്രിഡ്ജ്, മുസ്തഫ ബ്രിഡ്ജ്, മക്ത ബ്രിഡ്ജ്, ഇങ്ങനെ 4 ബ്രിഡ്ജുകളിലാണ് ടോൾ ഗേറ്റ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. UAE പറഞ്ഞിരിക്കുന്ന മാർച്ച് 1 മുമ്പ് വിസ കഴിഞ്ഞ ആളുകളുടെ പൊതുമാപ്പ് കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു. വളരെ കരുണാർദ്രമായ ചില നടപടികൾ എടുത്തു പറഞ്ഞേ പറ്റൂ. ആളുകൾക്ക് ഈ ഫീസില്ലാതെ ഫൈനില്ലാതെ പോകാൻ പറ്റി എന്നുള്ളത് ഒരു വശം. ഈ മാർച്ച് 1 ശേഷവും വിസ എക്സ്പയറി ആയിട്ട് തെന്നിയും തെറിച്ചുമൊക്കെ നിന്ന കുറേ ആളുകളുണ്ടായിരുന്നു. ജൂലൈയിൽ, ഓഗസ്റ്റിൽ, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ ഒക്കെ ഓവറായിട്ട് പിന്നെയുള്ളത്. അങ്ങനെയുള്ള പല ആളുകൾക്കും ഈ കൂട്ടത്തിൽ കണ്ണടച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ, സംവിധാനം, സിസ്റ്റം, എമിഗ്രേഷൻ നിങ്ങൾ പൊയ്ക്കുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അമ്പരപ്പോടുകൂടി അവർക്കൊരു വിസ്മയകരമായിട്ടുള്ള യാത്ര നൽകിയ സർപ്രൈസിന്റെ ദിവസം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. നോക്കൂ, 11,000, 18,000 ഇങ്ങനെയൊക്കെ ഫൈൻ പ്രതീക്ഷിച്ച് ആരെയൊക്കെ എയർപോർട്ടിൽ നിന്ന് വിളിക്കണം, കടം വാങ്ങിയ കാശ് ഇതെല്ലാം കയ്യിൽ വെച്ചുകൊണ്ട് പോയ ആളുകൾക്ക് പോലും 5 പൈസ കൊടുക്കാതെ നാട്ടിലേക്ക് പോകാൻ പറ്റിയ അവസരമുണ്ടായി എന്നുള്ള കാര്യം തിരിച്ചറിയണം. അത്തരം ഹ്യൂമാനിറ്റേറിയൻ ജസ്റ്റർ ഇതിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഇവിടെ കഴിയുന്ന വിസിറ്റ് വിസക്കാർക്ക് 1 മാസം കൂടി നീട്ടി നൽകുമെന്ന് ഹിസ് ഹൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ചിരുന്നു. അത്
അബുദാബിയിൽ മാത്രമാണോ, ദുബായിൽ മാത്രമാണോ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് UAE മൊത്തത്തിൽ പ്രഖ്യാപിക്കപ്പെട്ടതാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ UAEയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് അദ്ദേഹം ട്വിറ്റർ മെസ്സേജ് അന്നിട്ടത്. അത് പ്രാബല്യത്തിൽ വരുന്നത്, അതും സിസ്റ്റത്തിൽ ഇതുവരെ ആയിട്ടില്ല. നാളെ ആകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ജനുവരി 3 ആകുമെന്ന പ്രതീക്ഷയിൽ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം കിട്ടി. അതിന്റെ ഗ്രൗണ്ട്, അതിന്റെ കാരണം പല എയർപോർട്ടുകളും തുറന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ കരുതിയിട്ടുള്ള ഒരു മനുഷ്യത്വപരമായ ഇടപെടലാണ് ഹിസ് ഹൈനസ് നടത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ ആനുകൂല്യത്തിൽ നാട്ടിൽ കഴിയുന്നവർക്കും ഇങ്ങോട്ട് വരുന്ന തീയതിയിൽ വ്യത്യാസം വരാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കഴിയുകയാണ്. ദുബായ് വാർത്ത അറിയില്ല സിസ്റ്റം എന്ത് പറയുന്നു എന്നുള്ളത് അടുത്ത വർക്കിംഗ് ഡേയിലെ ഒരുപക്ഷെ വ്യക്തമാകൂ. എങ്കിലും മൊത്തം ആളുകളും ഈ 6 മാസം കഴിഞ്ഞു പോയി എന്ന ഒറ്റ കാരണത്താൽ ഈ സാഹചര്യത്തിൽ കുടുങ്ങിപ്പോവുകയും ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് ആലോചിക്കാനേ വയ്യ. തിരിച്ചെല്ലാവരും ഇവിടെ എത്തണം. എന്നിട്ട് വേണം പഴയതുപോലെ നാടിനെ നമ്മൾ വീണ്ടും സഹകരിക്കാൻ, എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ. പോയവരൊക്കെ തിരിച്ചു വരണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ കുടുംബ വിസ എടുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന കുറെ ആളുകളുണ്ട്. ഒന്നുമല്ല, ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ എന്റെ ശമ്പളം ഇത്രയല്ലേ ഉള്ളൂ, കുടുംബ വിസയ്ക്ക് ഇത്രയും ശമ്പളം വേണമല്ലോ എന്നൊക്കെ തെറ്റിദ്ധാരണ വെച്ച് ഇനി ഇത് എങ്ങോട്ടാണ് പോകുന്നത്, കമ്പനി PRO ഇടപെടുന്നില്ല, എനിക്ക് എന്റെ ഭാര്യയും മക്കളെയും കൊണ്ടുവരണം, എനിക്ക് എന്റെ ഭർത്താവിനെയും മക്കളെയും കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. മാരേജ് സർട്ടിഫിക്കറ്റ് പഴയതുപോലെ കൊണ്ടു കൊടുത്താൽ പോരാ, അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്ത് കൊടുക്കണം. അതുപോലെ കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ ജനന സർട്ടിഫിക്കറ്റിന്റെ നമ്മുടെ നാട്ടിൽ നിന്ന് മലപ്പുറത്തുനിന്നോ കോഴിക്കോട്ടുനിന്നോ നെയ്യാറ്റിൻകരയിൽ നിന്നോ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ ഇംഗ്ലീഷ് കൊണ്ട് കൊടുത്താൽ പോരാ, അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തു തരാൻ വേണ്ടിയാണ് ഹിക്മ എന്ന് പറയുന്ന ഞങ്ങളുടെ സഹകാരി ഏറ്റവും കുറഞ്ഞ ചിലവിൽ, ഈ UAEയിലെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങളുടെ കൂടെ വന്ന് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ശരിയാക്കി തരും. അതിന്റെ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 050-8050-143. ഓർക്കാൻ എളുപ്പമാണ്. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വിസ സംബന്ധം, ട്രാൻസ്ലേഷൻ സംബന്ധം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഹിക്മ കറാമ ദുബായ് നിങ്ങളുടെ മുന്നിലുണ്ട്. 050-8050-143 ആ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ആശ്വാസത്തിന്റെ, എളുപ്പത്തിൽ ചെയ്യാവുന്നതിന്റെ, എത്ര ശമ്പളം വേണം, ഈ ശമ്പളം അല്പം കുറഞ്ഞുപോയി, എന്താണ് ഡോക്യുമെന്റിൽ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് തികച്ചും ലീഗലായിട്ട് നിങ്ങൾക്കുള്ള ഉപദേശം തന്ന് ബോധവൽക്കരണം നടത്തിയിട്ട് പെട്ടെന്ന് വിസ എടുത്ത് കുടുംബത്തെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തു തരും എന്ന് ഹിക്മയുടെ പേരിൽ ഞങ്ങൾ ഉറപ്പു നിൽക്കുന്നു. ഹിക്മ നേരത്തെ ഒരുപാട് പേരെ സഹായിച്ചതാണ് ഈ ഇൻഫർമേഷന് വേണ്ടി വിളിച്ചിട്ടൊക്കെ. ഏതായാലും ഇതിലൊക്കെ വാട്സപ്പ് മെസ്സേജ് അയക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എപ്പോഴും വിളിച്ചിട്ട് ബുദ്ധിമുട്ടിക്കാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, മറുപടി വരും. അഭിമാനത്തോടു കൂടി ദുബായ് വാർത്ത ഒരു കാര്യം പങ്കുവയ്ക്കുന്നു. ദുബായ് വാർത്തയുടെ മാതൃസ്ഥാപനം ഏഷ്യ വിഷൻ 3ാമത് എക്സലൻസ് അവാർഡുകൾ നടത്തുകയാണ്. 14 ചലച്ചിത്ര പുരസ്കാരങ്ങൾ നടത്തി. UAEയിൽ നിരന്തരം ഒരു വർഷവും തട്ടുതടവില്ലാതെ നടത്തി എന്ന രൂപത്തിൽ റെക്കോർഡ് കൈവരിച്ചിരിക്കുന്ന ഏഷ്യ വിഷന്റെ 3ാമത് എക്സലൻസ് അവാർഡാണ് വരാൻ പോകുന്നത് ഫെബ്രുവരിയിൽ. ഒരു സന്തോഷമുള്ളത്, ഇത്തരമൊരു എക്സലൻസ് അവാർഡിലാണ് 2018 ജനുവരി 28 അഭിഷേക് ബച്ചൻ വന്ന് ദുബായ് വാർത്ത ലോഞ്ച് ചെയ്തത്. അന്നു മുതൽ ഇന്ന് വരെ നിങ്ങളുടെ കരങ്ങളിൽ ഭദ്രമായി ഈ ദുബായ് വാർത്ത മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ അർഹിക്കുന്നതിനപ്പുറമുള്ള ഒരു പരിവേഷം നൽകി സ്വീകരിക്കുന്നതിന് നന്ദി പ്രകാശിപ്പിക്കുന്നതോടൊപ്പം ഈ ഒരു എക്സലൻസ് അവാർഡ് ഏത് മേഖലയിലും മികവിനെ അംഗീകരിച്ച് ആദരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ 3ാമത്തെ എഡിഷൻ വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. UAEയുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് പലർക്കും ഇപ്പോഴും വരികയാണ്. നിങ്ങളുടെ കാർഡിന് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങളുടെ ATMന്റെ കോഡ് ഇതിലേക്ക് അയക്കണം, നിങ്ങൾക്കൊരു OTP വരും, ആ OTP ഇങ്ങോട്ട് അയക്കൂ എന്നൊക്കെ പറഞ്ഞ് ദുർബലരായ ആളുകളെ, ഇതുമായി ബന്ധപ്പെട്ട അവയർനെസ് ഇല്ലാത്ത ആളുകളെ പറ്റിക്കാൻ വേണ്ടി മെസ്സേജുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. റെസ്പോണ്ട് ചെയ്യുക പോലും അരുത് എന്നാണ് സെൻട്രൽ ബാങ്ക് പറയുന്നത്, പോലീസ് പറയുന്നത്. ഈ റാക്കറ്റിനെ പിടികൂടാൻ വേണ്ടി അല്ലാതെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേർ അറസ്റ്റിലായിട്ടുണ്ട്, ഇനിയും അറസ്റ്റ് ചെയ്യും. നമ്മുടെ രേഖകൾ അവർക്ക് കിട്ടുക. നമ്മളിൽ ദുർബല ചിത്തരുണ്ടാകും. ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഉത്തരം പറഞ്ഞു കൊടുക്കും. കാർഡ് നമ്പർ തന്നെ
അല്ല ഇതാണ് ശരിയെന്ന് നമ്മൾ അങ്ങോട്ട് പറയും. എന്നാൽ നിങ്ങൾ OTP അയക്കാം, നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ട് ആ OTP പറഞ്ഞിരുന്നു പറഞ്ഞു ഏതെങ്കിലും ചില ബാങ്ക് ഉദ്യോഗസ്ഥരെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അവർ ഒരു OTP അയക്കും. നമ്മൾ ആ OTP പറഞ്ഞു കൊടുക്കും. നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പോവുകയും ചെയ്യും. കാശുണ്ടെങ്കിൽ പോവുകയും ചെയ്യും. ഇത് പറയുമ്പോൾ നാട്ടിൽ ഒരു മലയാളി ഇന്നിപ്പോ ഈ ഓൺലൈൻ ഗെയിമിലൂടെ ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയൊക്കെ ഈ പെട്ടെന്ന് പണക്കാരാവുന്ന ഒരു വിദ്യയും ഭൂമിയിലില്ല എന്ന് ആദ്യം മനസ്സിന് പറഞ്ഞ് അങ്ങ് പിടിപ്പിക്കുക. ഓവർനൈറ്റിൽ നിങ്ങൾക്ക് ലക്ഷ്യം കിട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കുക. അതികഠിനമായി കഷ്ടപ്പെട്ടാൽ മാത്രമേ കാശ് കിട്ടൂ. നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ സമ്പന്നരും, ധനികരെന്ന് ഫോബ്സ് ലിസ്റ്റ് പറയുന്ന എല്ലാവരും ഒരു ഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടാണ്, ചോര പൊടിഞ്ഞിട്ടാണ് ഈ നിലയിൽ എത്തിയത് എന്ന് മനസ്സിലാക്കുക ഓരോരുത്തരുടെ ജീവിതത്തിൽ നിന്ന്. ഏതായാലും ആ ചെറുപ്പക്കാരന്റെ ആത്മഹത്യ അനവസരത്തിലുള്ള ഒന്നായി പോയി. ഇങ്ങനെയുള്ള ഗെയിമുകളിൽ കുടുങ്ങാതെ നമ്മുടെ പുതിയ തലമുറ മുന്നോട്ട് പോകട്ടെ. ഈ ടെക്നോളജി അറിയാം എന്ന് കരുതിയിട്ട് എല്ലാവർക്കും സമചിത്തത ഉണ്ടാകണമെന്നില്ല. പ്രലോഭനങ്ങളിൽ വീണു പോകരുത്. ഒമാനിൽ നിന്ന് ഇന്ന് വളരെ സുപ്രധാനമായ ഒരു അറിയിപ്പ് മിനിസ്ട്രി ഓഫ് എക്കോണമി പറയുന്നത്, ഈ വീട്, വില്ല, ഫ്ളാറ്റുകൾ, ഓഫീസുകൾ ഇതൊക്കെ കൊടുക്കുന്ന ലാൻഡ് ലോഡ്സ് ഉണ്ടല്ലോ, അവർക്ക് 2021 കഷ്ടകാലമായിരിക്കുമെന്ന് കരുതണം എന്നാണ്. അങ്ങനെയൊന്നും വിറ്റുപോകില്ല, വാടകയ്ക്ക് പോകില്ല, നഷ്ടം സംഭവിക്കും, ജാഗ്രതാപൂർവം മുന്നോട്ട് നീങ്ങൂ എന്നാണ് പറയുന്നത്. ഒരു ഉപദേശം പോലെ. സാമ്പത്തിക മേഖലയിൽ നിന്നുള്ള ഒരു അന്താരാഷ്ട്ര വാർത്ത ഞെട്ടിപ്പിക്കുന്നത്, ബിറ്റ്കോയിൻ എന്ന സാധനത്തിന് $30,000 കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ വില. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. 800,000 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തു തുടങ്ങിയത് 20,000 എത്തിയപ്പോൾ റെക്കോർഡായി എന്ന് പറഞ്ഞത് ഇപ്പോൾ അത് ഇരച്ചു കയറുകയാണ് 30,000-ലേക്ക് എന്ന് പറഞ്ഞിട്ട് $30,000 കൊണ്ട് കൊടുത്ത് വാങ്ങണമെന്നല്ല ഈ പറയുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുകയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത്. ക്രിപ്റ്റോ കറൻസിയാണ്, കാണാനില്ലാത്ത ഒരു കറൻസിയാണ് ഇങ്ങനെ വിറ്റുപോകുന്നത്. വാക്സിൻ കൊടുത്തു തുടങ്ങി നിരവധി ഡസൻ കണക്കിന് രാജ്യങ്ങളിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ വാക്സിൻ ശരാശരി ജനസംഖ്യാനുപാതികമായി കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമെന്ന് ചോദിച്ചാൽ അവിടെയും ഇസ്രയേലാണ്. ജനസംഖ്യയുടെ 12% ആളുകൾക്ക് ഇതിനകം വാക്സിൻ കൊടുത്തു കഴിഞ്ഞു. 1 മില്യൺ കഴിഞ്ഞിരിക്കുന്നു വാക്സിൻ കൊടുത്തത്. അതായത് ഈ ഇസ്രയേൽ കൈവയ്ക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയാണ്. എപ്പോഴും ഒരു മേൽക്കൈ നേടിയെടുക്കാനുള്ള ശ്രമം, ആസൂത്രണം ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. എല്ലാ വ്യായാമ മുറകളും ചെയ്യുന്നതാണ് സൗരവ് ഗാംഗുലി. അദ്ദേഹത്തിന് ഹൃദയവേദന വന്ന് ആശുപത്രി പ്രവേശിപ്പിച്ചു. പെട്ടെന്ന് തന്നെ ഒരു മിനി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. ഇപ്പോൾ സ്റ്റേബിളാണ് എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വ്യായാമത്തിനൊന്നും പോകാതിരിക്കുന്ന, ആഹാരം കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ആളുകളുടെ അവസ്ഥ പറയേണ്ടതില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്ന് മാത്രം. തിരുവനന്തപുരത്ത് കല്ലമ്പലം നാവായിക്കുളത്ത് ഒരു 3 പേരുടെ മരണം മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നതാണ്. ഒരു പിതാവ് 2 ആൺമക്കളെയും കൊലപ്പെടുത്തി, എന്നിട്ട് ആത്മഹത്യ ചെയ്തു. ഭാര്യയുമായിട്ടുള്ള തർക്കമാണ് അടിസ്ഥാനപരമായ ഇതിന്റെ കാരണം. പക്ഷെ ആത്മഹത്യ ചെയ്യുന്നതും കൊലപാതകം നടത്തുന്നതും ഏറ്റവും നിഷിദ്ധമായ കാര്യങ്ങളാണ്, മണ്ടത്തരം തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കാതെ പോയി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ശോചനീയമായ അവസ്ഥ. ഇപ്പോൾ ബോധത്തിലിരിക്കുന്ന ആളുകൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രചരിപ്പിക്കേണ്ട സന്ദേശം ഇതാണ്: ഇതൊന്നും പരിഹാരമല്ല. ആരോടെങ്കിലും വൈരാഗ്യം തോന്നിയാൽ ആരെങ്കിലും കൊലപ്പെടുത്തുക എന്നങ്ങ് വിചാരിക്കുക, കൊല്ലുക, ഇതൊക്കെ ഭ്രാന്താണ്. ആത്മഹത്യ ചെയ്താൽ ബാക്കി എല്ലാവരും ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് കരുതുക ഭ്രാന്തിന്റെ അങ്ങേയറ്റമാണ്. എത്രയെത്ര ആളുകൾ ഇതൊക്കെ അതിജീവിച്ചിട്ടാണ് ഇന്ന് ലോകത്ത് 1ാമത്തെ നിലയിൽ നിൽക്കുന്നത്. എല്ലാവർക്കും പ്രശ്നങ്ങളില്ലേ, പിണക്കങ്ങളില്ലേ എന്ന് കരുതിയിട്ട് എല്ലാവരും കൊലപാതകം നടത്താനും ആത്മഹത്യക്ക് പോവുക ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ഏതെങ്കിലും സമചിത്തതയുള്ള ആളുകളുണ്ടെങ്കിൽ ഇത്തരക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ പറഞ്ഞു മാറ്റാൻ, സുഹൃത്തായി അഭിനയിക്കാനെങ്കിലും ശ്രമിക്കുക എന്നാണ് അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. നാട്ടിലേക്ക് കാർഗോ അയക്കാൻ വേണ്ടി 2021 ജനുവരിയിൽ 30% ഡിസ്കൗണ്ട് ഓഫർ ചെയ്തുകൊണ്ടാണ് ABC കാർഗോ മുന്നോട്ട് വരുന്നത്. അതിന്റെ കാരണം 20 വർഷം പൂർത്തിയാവുകയാണ് ഗൾഫിൽ ABC കാർഗോ. ഒരുപക്ഷെ ഗൾഫിൽ ആദ്യത്തെ കാർഗോ കമ്പനികളിലൊന്ന് എന്ന് പറയാവുന്ന വിധത്തിൽ സ്ഥാനം നേടിയ ABC കാർഗോയാണ്. 800-916 800-916 അതിൽ വിളിച്ച് എത്രയാണ് റേറ്റ്, എത്ര കുറവുണ്ട്, എത്ര ദിവസമെടുക്കും എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റിയ അവസരമുണ്ട്. 800-916. സൗദിയിൽ 9 പേർ മരിച്ചു ഇന്ന്, UAEയിൽ 3 പേർ, ഖത്തറിലും ബഹറിലും മരണമില്ല, ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല. കുവൈറ്റിൽ ഒരാളാണ് മരിച്ചത്. ഒമാനിൽ നിന്ന് കണക്ക് വന്നിട്ടില്ല. കേരളത്തിൽ 5300-ലധികം ആളുകൾക്ക് ഇപ്പോൾ
രോഗബാധ ഇന്നും വന്നിട്ടുണ്ട്. ആഗോളാടിസ്ഥാനത്തിൽ 85 മില്യൺ ആളുകൾക്ക് ഇതുവരെ ഈ വൈറസ് വന്നു എന്ന് കണക്ക് പറയുന്നു. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മൾ കരുതും ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആളുകൾക്ക് ബോധം വളരെ കൂടുതലാണ്, വിദ്യാഭ്യാസം കൂടുതലാണ്, നമ്മളെക്കാൾ മികച്ചവരാണ്, ടെക്നോളജി അറിവുള്ളവരാണ്. ഫ്രാൻസിൽ ഒരു ഗ്രാമത്തിൽ, അതിൻ്റെ പേര് ബ്രിട്ടാനി എന്ന ഗ്രാമത്തിൻ്റെ പേര്, അവിടെ കഴിഞ്ഞ ദിവസം ന്യൂ ഇയർ ആഘോഷം 2500-ലധികം ആളുകൾ, മാസ്കുമില്ല, ഒന്നുമില്ല, ആഹാരം പിന്നെ മദ്യം, എല്ലാവരും കുഞ്ഞു കുട്ടികളടക്കം മദ്യക്കുപ്പിയും കയ്യിൽ വെച്ചുകൊണ്ടുള്ള തിമിർ താടുകയാണ്. അകലവുമില്ല, മാസ്കുമില്ല, ഒരു നിയന്ത്രണവുമില്ല. പോലീസ് വന്നു, എല്ലാവരുടെയും അറസ്റ്റ് ചെയ്തു, അതിനുള്ള വാഹനങ്ങൾ കൊണ്ടുവന്നു, അവരെ ജയിലിടാൻ വേണ്ടി കൊണ്ടുപോയി. അപ്പോൾ കാറിന് തീവയ്ക്കുകയാണ് ഈ ആഘോഷത്തിന് വന്ന സ്ത്രീ പുരുഷന്മാർ. എന്താണ് അവസ്ഥയെന്ന് നോക്കണം. അവർക്ക് ബോധമില്ലാത്തതാണോ? എന്താണ്? മാത്രമല്ല, വെള്ളിയാഴ്ച ന്യൂ ഇയർ എങ്കിൽ ചൊവ്വാഴ്ച വരെ, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഈ 5 ദിവസം നീണ്ടു നിൽക്കുന്ന തീറ്റയും കുടിയും പ്ലാൻ ചെയ്തിട്ടാണ് ഈ 2500 ആളുകൾ ഒത്തുകൂടിയത്രേ. ഇവർക്കൊക്കെ ബോധമുണ്ടെന്ന് പറയുന്നത് വെറുതെയാണെന്ന് ബോധ്യമാകുന്ന നിമിഷമാണ്. നമ്മൾ അത്തരം ആഘോഷങ്ങളിലേക്ക് ചിന്തിക്കുക പോലും ചെയ്യരുതേ എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും, ആഘോഷങ്ങൾ പലത് വരും, പക്ഷേ ആ വാക്സിൻ കണ്ടുപിടിച്ച കക്ഷി പറഞ്ഞല്ലോ 10 കൊല്ലം ഈ വൈറസുമൊത്ത് നമുക്ക് കഴിയേണ്ടി വരും എന്ന ചിന്ത എപ്പോഴും ഉണ്ടാകണം എന്ന് വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ടും, നമുക്ക് നാട്ടിലൊക്കെ അകപ്പെട്ടു പോയ ആളുകൾ കുടുങ്ങിപ്പോകാതെ പെട്ടെന്ന് വരാൻ വേണ്ടി സർവ്വവിധ സമ്മർദ്ദവും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അതാതിടങ്ങളിൽ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടും, നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ജനുവരി 2 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.